ഹായ്, വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇലക്ട്രിക് കറണ്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് എവിടെ നിന്നാണ് വരുന്നത്? പവർ സ്റ്റേഷനുകളിൽ നിന്നാണ്, അല്ലെ? പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, വിൻഡ് മിൽസ്, ജിയോ തെർമൽ പവർ സ്റ്റേഷൻ, ഇങ്ങനെ ഡിഫറെന്റ് പവർ സ്റ്റേഷനുകളുണ്ട്. ഈ പവർ സ്റ്റേഷനുകളിൽ നിന്ന് എങ്ങനെയാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്? അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ്, ഡിവൈസ് ആണ് എന്ത്? ജനറേറ്റർ. അപ്പൊ ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താണ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജനറേറ്റർ? ഒരു ജനറേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു വീഡിയോ കാണാം. ഈ വീഡിയോയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിൽ നമ്മൾ എന്താ കണ്ടത്? ഒരു കമ്പിച്ചുരുളുണ്ട്. ആ കമ്പിച്ചുരുളിന്റെ അടുത്തേക്ക് നമ്മൾ ഒരു കാന്തത്തെ ചലിപ്പിക്കും. ഗാൽവനോമീറ്റർ സൂചി വിഭ്രംശിക്കുന്നു. ഗാൽവനോമീറ്റർ സൂചി വിഭ്രംശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗാൽവനോമീറ്ററിലൂടെ അല്ലെങ്കിൽ ആ ചാലകത്തിലൂടെ ഒരു വൈദ്യുതി പ്രവഹിക്കുന്നു എന്നുള്ളതാണ്. ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത് വൈദ്യുതിയുടെ സാന്നിധ്യം അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഗാൽവനോമീറ്റർ ഒരു ഭാഗത്തേക്ക് വിഭ്രംശിക്കുന്നു എന്ന് പറയുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കാന്തം ഇളകുമ്പോൾ, കാന്തത്തിന് ഇളക്കം സംഭവിക്കുമ്പോൾ, കമ്പിച്ചുരുളിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന കാന്തത്തിന് ഇളക്കം സംഭവിക്കുമ്പോൾ കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. When the magnet moves, a current flows through the coil. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞു. When the magnet is stationary and the coil moves, മാഗ്നറ്റിനെ നമ്മൾ നിശ്ചലമാക്കി വെച്ചു, കമ്പിച്ചുരുളിനെ നമ്മൾ ചലിപ്പിച്ചപ്പോ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. എന്താണ്? അപ്പോഴും കറണ്ട് ഉണ്ടാകും. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ പറയാം? When there is a relative motion between magnet or a coil, a current is produced in the coil. കമ്പിച്ചുരുളിന്റെയും കോയിലിന്റെയും കാന്തത്തിന്റെയും ഇടയിൽ ഒരു ആപേക്ഷിക ചലനം ഉണ്ടാകുമ്പോൾ കമ്പിച്ചുരുളിൽ ഒരു വൈദ്യുതി രൂപപ്പെടുന്നു. ഏതെങ്കിലും ഒന്ന് ചലിച്ചാൽ മതി. ആപേക്ഷിക ചലനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിലേറ്റീവ് മോഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒന്നെങ്കിൽ കമ്പിച്ചുരുളി ചലിക്കുക അല്ലെങ്കിൽ കാന്തം ചലിക്കുക. അപ്പൊ ഈ രണ്ടിലെ ഏതെങ്കിലും ഒന്ന് ചലിക്കുമ്പോൾ കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇതാണ് വൈദ്യുത കാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ നെക്സ്റ്റ് ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ പരീക്ഷണം ആവർത്തിക്കുന്നത്. ഫസ്റ്റ്, ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക.
ഈ കോയിലിന്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും, ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത് ഇളക്കി കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ സൂചിയുടെ നീഡിലിന്റെ ഡിഫ്ലക്ഷൻ കൂടുന്നു. ഗാൽവനോമീറ്റർ സൂചിയുടെ വിഭ്രംശം കൂടുന്നു, കുറച്ചും കൂടി വലിയ വിഭ്രംശം. When the strength of the magnet increases, കാന്തിക മണ്ഡലത്തിന്റെ ശക്തി, കുറച്ചുകൂടി ശക്തിയേറിയ കാന്തം ഉപയോഗിക്കുന്നു. We use a powerful magnet. Here also the deflection of the galvanometer increases. ഇവിടെയും ഗാൽവനോമീറ്ററിന്റെ വിഭ്രംശം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അടുത്തത്, if we increase the relative speed of the magnet or coil, കാന്തത്തിന്റെയോ കമ്പിച്ചുരുളിന്റെയോ ചലന വേഗത വർദ്ധിപ്പിക്കുന്നു, കുറച്ചും കൂടി വേഗത്തിൽ ചലിപ്പിക്കുന്നു. Here also we can see that the deflection increases. ഇവിടെ നമുക്ക് എന്ത് കാണാം? ഗാൽവനോമീറ്റർ സൂചിയുടെ വിഭ്രംശം കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോ ഗാൽവനോമീറ്റർ സൂചിയുടെ വിഭ്രംശം കൂടുന്നു, ഗാൽവനോമീറ്ററിന്റെ നീഡിലിന്റെ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, കുറച്ചും കൂടി വലിയ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? The current through the coil increases. അതായത് ആ കമ്പിച്ചുരുളിലൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യുന്നു? കൂടും. അപ്പൊ കമ്പിച്ചുരുളിലൂടെയുള്ള കറണ്ട് കൂട്ടാൻ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. There are 3 ways to increase the current through the coil. First one, increase the number of turns. ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. Increase the strength of the magnet. കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക. Increase the speed of the coil. Speed of the motion of the magnet or coil. കാന്തത്തിന്റെയോ കമ്പിച്ചുരുളിന്റെയോ ചലന വേഗത വർദ്ധിപ്പിക്കുക. Therefore, there are 3 factors which influence the electric current or voltage produced through electromagnetic induction. വൈദ്യുത കാന്തിക പ്രേരണം വഴി രൂപപ്പെടുന്ന കറന്റിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ. There are 3 factors. 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1 ചുറ്റുകളുടെ എണ്ണം, number of turns. 2 strength of the magnet, magnetic fieldന്റെ strength. 3 speed of the magnet or coil, കാന്തത്തിന്റെയോ കമ്പിച്ചുരുളിന്റെയോ ചലന വേഗത. ഈ 3 കാര്യങ്ങൾ കൂട്ടിയാൽ എന്ത് കൂടുന്നു? കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുന്നു, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കണം. എല്ലാവരും ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ്? നമ്മൾ നേരത്തെ പരീക്ഷണം നടത്തിയ, അല്ലെ, നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. ഒരു കാന്തമുണ്ട്, കമ്പിച്ചുരുളുണ്ട്. ആദ്യം കാന്തവും കമ്പിച്ചുരുളും ഒരു ഭാഗത്ത് വെച്ച, കാന്തം പുറത്തുണ്ട്, കമ്പിച്ചുരുൾ എന്തുണ്ട്? അപ്പുറത്തുണ്ട്. അതായത് കാന്തം കമ്പിച്ചുരുളിന്റെ പുറത്താണ്. ഇപ്പൊ കമ്പിച്ചുരുളിന് ചുറ്റും കാന്തിക മണ്ഡലം കൂടുതലാണോ കുറവാണോ? കുറവാണ്. കാരണം എന്താണ്? കാന്തം കമ്പിച്ചുരുളിന്റെ പുറത്താണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കാന്തത്തെ കമ്പിച്ചുരുളിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നു. രണ്ടാമത്തെ ചിത്രം നോക്ക്. കാന്തം എവിടെയാണ്? കമ്പിച്ചുരുളിന്റെ ഉള്ളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പിച്ചുരുളുമായി, സോളിനോയിഡുമായി ബന്ധപ്പെട്ട ലിങ്ക് ചെയ്തിരിക്കുന്ന കാന്തിക മണ്ഡലം, കാന്തിക ബലരേഖകളുടെ എണ്ണം എന്ത് ചെയ്തു? കൂടി. ആദ്യത്തെ ചിത്രത്തിൽ ആദ്യം നമുക്ക് നോക്കാം, കാന്തിക ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് കുറവാണ്. The magnetic flux linked with the coil is minimum. When the magnet moves into the coil, the magnetic flux linked with the coil increases. ആ കോയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അതിൽ കൂടുന്ന. കാരണം എന്താ? ആ മാഗ്നറ്റ് ഉള്ളിലേക്ക് ചുറ്റുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കണ്ടോ? മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത് കണ്ടോ? സൂചി ഇങ്ങനെയായിരുന്നു, സൂചി ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്തു? ഡിഫ്ലക്ട്. അപ്പോ കാന്തവും കമ്പിച്ചുരുളോ ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഓരോ മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ റീജിയൻ ഓഫ് സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ് എക്സ്പീരിയൻസസ് മാഗ്നറ്റിക് ഫോഴ്സ്. ഒരു കാന്തത്തിന് ചുറ്റും ആ കാന്തം കാന്തിക ശക്തി പ്രയോഗിക്കുന്ന മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്.
കാന്തിക മണ്ഡലത്തെ നമ്മൾ വരച്ച് സൂചിപ്പിക്കുന്നതാണ് കാന്തിക ബലരേഖകൾ, മാഗ്നെറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. Graphical representation of magnetic field, that is magnetic lines of force, is a path along the north pole moves in a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോളിന്റെ മുകളിൽ ഫോഴ്സ് അനുഭവപ്പെടുന്ന നോർത്ത് പോൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയാ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററുകളിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആയതുകൊണ്ട് ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. മാഗ്നറ്റിനെ കണ്ടക്ടറിന്റെ കോയിലിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ കോയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ചുറ്റപ്പെട്ട് കിടക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് എന്ത് സംഭവിക്കുന്നു? ചേഞ്ച് വരുന്നു. ആ ചേഞ്ച് കാരണമാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കാന്തവും മാഗ്നറ്റും കോയിലും, കാന്തവും കമ്പിച്ചുരുളും നിശ്ചലമാക്കി വെച്ചാൽ, റെസ്റ്റിൽ ഇരുന്നാൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതിലേതെങ്കിലും ഒന്ന് ഇളകുമ്പോഴല്ലേ, മൂവ് ചെയ്യുമ്പോഴല്ലേ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതെ. ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ഈ കമ്പിച്ചുരുളുമായി കോയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ചുറ്റപ്പെട്ട് കിടക്കുന്ന കാന്തിക മണ്ഡലത്തിൽ, കാന്തിക ഫ്ലക്സിൽ ചേഞ്ച് വരുന്നു. ആയതുകൊണ്ട് അവിടെ എന്ത് രൂപപ്പെടുന്നു? ഒരു കറണ്ട് രൂപപ്പെടുന്നു. ഒരു EMF അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൈക്കൽ ഫാരഡേ ആണ് ഇത് കണ്ടെത്തിയത്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം. അപ്പൊ സോളിനോയിഡുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ ചേഞ്ച് വന്നാൽ, വ്യത്യാസം വന്നാൽ അവിടെ എന്ത് രൂപപ്പെടുന്നു? ഒരു സർക്യൂട്ടിൽ ഒരു വൈദ്യുതി പ്രവഹിക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. Whenever a magnetic flux linked with a circuit changes, a voltage or a current flows through the circuit. ഒരു സർക്യൂട്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു, ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. The voltage or the EMF, electromotive force, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. The EMF thus produced is known as induced EMF. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന EMF-നെ, പ്രേരിതമാകുന്ന EMF-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രേരിത EMF എന്ന് പറയുന്നത്. അപ്പൊ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിനെ നമുക്ക് എന്ത് പറയാം? പ്രേരിത കറണ്ട് എന്ന് പറയാം. The current produced or the current flows through the circuit is known as induced current. The induced EMF depends on three factors: number of turns of the coil, strength of the magnetic field, and the speed of the motion of the conductor or magnet. പ്രേരിത EMF-നെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 3 ഒന്ന് ചുറ്റുകളുടെ എണ്ണം, കാന്തിക മണ്ഡലത്തിന്റെ ശക്തി, കാന്തത്തിന്റെയോ കമ്പിച്ചുരുളിന്റെയോ ചലന വേഗത. ഈ 3 കാര്യങ്ങളാണ് പ്രേരിത EMF-നെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ വൈദ്യുത കാന്തിക പ്രേരണം ഒന്നും കൂടി പറയാം. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം സംഭവിക്കുന്നതിന്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. തൽഫലമായി ചാലകത്തിലൂടെ ഒരു വൈദ്യുതി പ്രവഹിക്കുന്നു. ഈ പ്രതിഭാസത്തെ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന EMF-നെ പ്രേരിത EMF എന്നും ഇതുവഴി സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിനെ പ്രേരിത കറണ്ട് എന്ന് പറയുന്നു. Whenever the magnetic flux linked with a circuit changes, an EMF is induced in the circuit. This phenomena is known as electromagnetic induction, and the EMF thus produced is known as induced EMF, and the current thus flows through the circuit is known as induced current. Okay, clear? Now, what is the direction of the induced current? പ്രേരിത വൈദ്യുതിയുടെ ദിശ എങ്ങനെയായിരിക്കും? നമ്മൾ വീഡിയോയിൽ കണ്ടു.
കാന്തം ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ദിശയിൽ, കാന്തം പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു ദിശയിൽ. കാന്തത്തിന്റെ നോർത്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ദിശയിൽ, സൗത്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ മറ്റൊരു ദിശയിൽ. That is, the direction of induced current depends on two factors. First one, direction of the magnetic field, കാന്തിക മണ്ഡലത്തിന്റെ ദിശ. The second one, direction of motion of the coil or magnet, കാന്തത്തിന്റെയോ കമ്പിച്ചുരുളിന്റെയോ ചലനദിശ. അത് രണ്ടു മാറിയാലും എന്തു മാറുന്നു? കറന്റിന്റെ ഡയറക്ഷൻ, കറന്റിന്റെ ദിശ മാറുന്നു. ഇവിടെ മറ്റൊരു കാര്യം പറയുന്നു. If the conductor moves perpendicular to the direction of the magnetic field, കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്, കണ്ടക്ടർ ചലിക്കുന്നത്, ചാലകം ചലിക്കുന്നത് കാന്തിക ബലരേഖകൾക്ക് ലംബമായിട്ടാണെങ്കിൽ, പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ, the current or the EMF is maximum. കറന്റിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. ഇത് കണ്ടെത്തിയത് ഫ്ലെമിംഗ് ആണ്. ഫ്ലെമിംഗിന്റെ ഇടത് കൈ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കറന്റിന്റെ ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഫ്ലെമിംഗിന്റെ വലതു കൈ നിയമം, റൈറ്റ് ഹാൻഡ് റൂൾ. Let us stop here. If you have any doubt, you can contact me. Thank you for watching. Thanks. See you in the next class.